ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. വിവിധങ്ങളായ ദിനാചരണങ്ങളുടെ ധാരാളിത്തത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ വീക്ഷണങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ ദിനാഘോഷങ്ങളുടെ പ്രാധാന്യം ഏറുകയോ കുറയുകയോ ചെയ്യാം. സ്ത്രീകളുടെ നേട്ടങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഉയർത്തി കാണിക്കുക എന്നതാണ് വനിതാ ദിനത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. തൊഴിൽ മേഖലകളിലും മറ്റ് പൊതു ഇടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ കുറച്ച് ദശാബ്ദങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ നടത്തിയ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് നാം ഇന്ന് എത്തി നിൽക്കുന്ന വനിതാ ദിനാചരണം എന്നത്. ഏതൊരു മനുഷ്യനും, പ്രത്യേകിച്ചും ഏതൊരു സ്ത്രീക്കും അഭിമാനവും ആഹ്ലാദവും പകർന്നു തരുന്ന ഒന്നാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയം, സാമ്പത്തികം, കുടുംബം തുടങ്ങി സമസ്ത മേഖലകളിലും സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും. സ്ത്രീകളുടെ സമത്വം, സുരക്ഷ, അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക എന്നതും ഈ ദിനാചരണത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കാനാണ് ഇത്തവണത്തെ വനിതാ ദിനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. സ്ത്രീ നേതൃത്വത്തിൽ COVID-19 ലോകത്ത് തുല്യത കൈവരിക്കുക എന്നതാണ് 2021 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീകളെ എങ്ങനെ തുല്യ പങ്കാളികളാക്കാം എന്ന് ഈ വനിതാ ദിനം പ്രസക്തമായ ഒരു ആശയമാണ് നമ്മോട് മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീകൾ ആരുടെയും കരുണയാലോ ഔദാര്യത്താലോ ജീവിക്കേണ്ടവളല്ല എന്ന തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ്. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിച്ചും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സന്തോഷങ്ങൾ അനുഭവിച്ചും അനിഷ്ടങ്ങൾ പ്രകടിപ്പിച്ചുമെല്ലാം വളരെ സ്വതന്ത്രയായി ജീവിക്കേണ്ടവരാണ് ഓരോ പെൺകുട്ടികളും എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വീടിനകത്തു നിന്ന് തുടങ്ങുന്ന അസമത്വങ്ങളെ മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും പ്രാപ്തിയുള്ളവരായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ വികസനങ്ങൾ വഴിയിലൂടെ പുറത്തു വരേണ്ടത്. അതിന് അവർ ആർജിക്കേണ്ടത് വിദ്യാഭ്യാസവും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കുമുള്ള മാർഗങ്ങളാണ് എന്നത് ഏറ്റവും പ്രാധാന്യത്തോടെ നാം ഓർമ്മിക്കേണ്ട വസ്തുതയാണ്. പ്രതികൂല ജീവിത സാഹചര്യങ്ങൾക്കിടയിലും സ്വന്തം ശരീരം മുതൽ സ്വന്തം രാജ്യത്തെ വരെ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും ആയുസ്സും മുഴുവനും പ്രയത്നിക്കുന്ന അനേകായിരം സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അവരുടെ വിജയങ്ങൾ എക്കാലത്തും ഏതൊരു സ്ത്രീയെയും പ്രചോദിപ്പിക്കേണ്ടതാണ്. വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു ചടങ്ങൊരുക്കി ഓർമ്മിച്ചെടുത്ത് ആദരവ് നൽകേണ്ടവരല്ല ആ സ്ത്രീകളാരും. തങ്ങൾ ജീവിച്ചു തീർത്ത ചുരുങ്ങിയ സമയം കൊണ്ട് തങ്ങളുടെ ജീവിത പരിസരങ്ങളെ പ്രകാശിപ്പിച്ചതിന്റെ പേരിൽ ഈ എക്കാലത്തേക്കും മറ്റുള്ളവരുടെ ആദരവിനും നന്ദിക്കും അർഹത നേടിയെടുത്തവരാണ് അവർ. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സ്ത്രീകൾ വഹിക്കുന്ന അസാധാരണമായ ഇടപെടലുകൾ പ്രതിഫലിപ്പിക്കാനും അതുവഴി പിന്നീട് വളർന്നു വരുന്ന പെൺകുട്ടികളിൽ ധൈര്യവും നിശ്ചയദാർഢ്യവും വളർത്തിയെടുക്കാനും ഈ വനിതാ ദിനാചരണം ഉപകാരപ്പെടുക തന്നെ വേണം. തലമുറകൾ നീളുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും സ്ത്രീ ശാക്തീകരണം എന്ന മഹത്തായ ലക്ഷ്യത്തിന് ആവശ്യമാണ്. ഈ തിരിച്ചറിവിലേക്കാണ് മാറഞ്ചേരി സീഡ് ഗ്ലോബൽ സ്കൂൾ ഇന്നത്തെ വനിതാ ദിനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. വിവിധ മേഖലകളിൽ പ്രസരിപ്പാർന്ന കർമ്മശേഷി കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ചില വനിതകളെ നിങ്ങൾക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം സീഡ് ഗ്ലോബൽ സ്കൂൾ പരിചയപ്പെടുത്തുകയാണ്. MES KVM കോളേജ് വളാഞ്ചേരി ഇംഗ്ലീഷ് PG വിഭാഗം മേധാവി ഡോക്ടർ നജ്ല TV, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മിസ് ഷംന, അധ്യാപികയും എഴുത്തുകാരിയും മോട്ടിവേഷണൽ ട്രെയിനറുമായ ബാഹിയ VM, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഇളയടത്ത് എന്നിവർ ഈ വനിതാ ദിനത്തിൽ നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ഏവരെയും സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ വനിതാ ദിനാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനായി സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ചീഫ് ഹാപ്പിനെസ് ഓഫീസർ മിസ്റ്റർ താഹിർ സാറിനെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ഏവർക്കും വനിതാ ദിനാശംസകൾ. നന്ദി. Thank you, ma'am, for great introduction about today's topic. It's me, Tahir, Chief Happiness Officer of Seed Global School. I am very happy today because today we Seed Global School celebrating Women's Day celebration with our Facebook viewers and audience around the world. So once again, welcome back. Today we Seed Global School celebrating Women's Day celebration with our audience. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് നമുക്കറിയാം മാർച്ച് 8 ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ വനിതാ ദിനം ആചരിക്കുന്ന ഈ വലിയ സുന്ദരമായിട്ടുള്ള സന്തോഷത്തിന്റെ നിമിഷം. സീഡ് ഗ്ലോബൽ സ്കൂൾ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഗംഭീരമായിട്ട് ഒരു വലിയ നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിന് ശ്രോതാക്കൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയത്. ഇന്ന് നമുക്ക് 4 മഹിളാ രത്നങ്ങളാണ് നമ്മുടെ ഈ സ്ക്രീനിൽ
നിങ്ങളുമായിട്ട് പരിചയപ്പെടാൻ, അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അവരെല്ലാം നമുക്ക് ആദരവോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഈ ലൈവ് പ്ലാറ്റ്ഫോം നമുക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് അമ്മ, സഹോദരി, അല്ലെങ്കിൽ മുത്തശ്ശി, ഭാര്യ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപിക എന്നും നമുക്ക് വനിതകളായിരുന്നു. നമ്മുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിന്ന് കൈപിടിച്ച് നടത്തിയിരുന്നത് നമ്മുടെ സ്ത്രീകളായിട്ടുള്ള അമ്മമാരും മുത്തശ്ശിമാരും മക്കളും അങ്ങനെ ഒരുപാട് ആളുകളാണ്. നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, നന്മ നിറഞ്ഞ പ്രവർത്തനത്തിലൂടെ നിങ്ങളെ ജീവിതത്തെ എവിടെയെങ്കിലും സ്പർശിച്ച സ്ത്രീകൾ ഉണ്ടെങ്കിൽ, അതായത് ജീവിതത്തിന്റെ വിജയത്തിന്റെ കൊടി പാറിച്ച സ്ത്രീകളുണ്ടെങ്കിൽ അതൊക്കെ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നിങ്ങൾക്ക് ഈ പരിപാടിയുടെ ലൈവ് കമന്റ് ബോക്സിൽ അവരൊക്കെ ആശംസിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സീഡ് ഗ്ലോബൽ ലൈവ് പ്ലാറ്റ്ഫോമിൽ തരുന്നുണ്ട്. ആ മെസ്സേജുകളൊക്കെ നിങ്ങൾ കാണുകയും അവർ കാണുകയും നിങ്ങൾ വായിക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവരും അത്തരത്തിലുള്ള മെസ്സേജുകളും സന്ദേശങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ കൈമാറാൻ കഴിയട്ടെ എന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മഹിളാ രത്നങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, മാറഞ്ചേരിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീര ഇലയടത്ത്, ഡോക്ടർ നജില TD, HOD PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് MES KVM കോളേജ് വളാഞ്ചേരി, Samna എന്ന് പറയുന്നത് വലിയൊരു അത്ഭുത പ്രതിഭയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇന്ത്യ ബുക്ക് റെക്കോർഡ് ഓഫ് ഹോൾഡർ ആണ്, അതുപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആണ്. ദെൻ ബാഹിയ നമ്മുടെ കൂടെ ഈ ജോയിൻ ചെയ്യും. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലെ HOD ഷിഫ്നമാൻ IT വിഭാഗ മേധാവി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി. സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അമ്മയാണെന്ന് പറയുന്നത്. ശരിക്കും മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. നല്ലൊരു വീട്ടിലെ ഡോക്ടറാണ് ഒരു അമ്മ എന്ന് പറയുന്നത്, ഒരു വനിത എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് സുഖമില്ലാതെ എന്തെങ്കിലും അവസ്ഥ വരുന്ന സമയത്ത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വലിയ ഡോക്ടറാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. മികച്ചൊരു അധ്യാപികയാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. കാരണം വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ തന്റെ സ്വന്തം മക്കളോട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന, വിദ്യാലയത്തിന്റെ മറ്റു പല ഘട്ടങ്ങളിലും പങ്കുവെക്കുന്ന നല്ലൊരു അധ്യാപിക കൂടിയാണ് നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും ഇന്ന് നന്മ നിറഞ്ഞ ആശംസകളും സന്ദേശങ്ങളും അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് സമീര ഇലയടത്താണ്. അവരെ പറ്റി പറയുന്ന സമയത്ത് നമുക്കറിയാം, രാഷ്ട്ര ഭരണ നിർമ്മാണത്തിൽ ഒരു സ്ത്രീയുടെ പങ്ക് വളരെ കൂടി വരുന്ന ഈ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു വനിതയെ നമുക്ക് സമ്മാനിച്ച ഒരു ഇലക്ഷൻ ആയിരുന്നു അമേരിക്കൻ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്നത് വലിയൊരു പങ്കാണ്. ഇന്ദിരാഗാന്ധി മുതൽ മദർ തെരേസ മുതൽ നമ്മുടെ ഒരുപാട് സ്ത്രീകൾ അവരുടേതായിട്ടുള്ള പങ്കുകൾ വ്യക്തമാക്കിയ വിഭാഗങ്ങളാണ്. ഇന്ന് നമുക്ക് വളരെ ആദരപൂർവ്വം സന്തോഷത്തോടെയും ഞാൻ ഈ വേദിയിലേക്ക് സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഓൺലൈൻ ഈ വേദിയിലേക്ക് ഹൃദയത്തോടെ ഞാൻ ചേർത്ത് പിടിക്കുന്നു. സമീര ഇലയടത്ത് മാഡം, പ്ലീസ്, നിങ്ങളുടെ സമയമാണ്. യു ക്യാൻ ടോക്ക് വിത്ത് അവർ ഓഡിയൻസ്. ഫസ്റ്റ്ലി, ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. ആദ്യം നിങ്ങൾക്ക് നന്ദി പറയാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. ഒരുപാട് ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. നമുക്ക് ഓരോ ദിവസങ്ങളുണ്ട്, എല്ലാ ചിൽഡ്രൻസ് ഡേ, അതുപോലെ ടീച്ചേഴ്സ് ഡേ, അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീനെ സംബന്ധിച്ച് ഒരു വുമൻസ് ഡേ തന്നിട്ട് ഒരു ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല ഒരു സ്ത്രീ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു സ്ത്രീയുടെ കൈ ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാത്തിനും. എന്നാലും അവരെ ബഹുമാനിക്കപ്പെടേണ്ട, അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കപ്പെടേണ്ട, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങള് അവര് ഇന്ന രീതിയിൽ പൊരുതി വന്നവർ എന്നുള്ള രീതിയിലൊക്കെ മാറ്റിപ്പെടേണ്ട ഒരു ദിവസത്തെ നമ്മൾ തികച്ചും ആ ഒരു രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം നമുക്ക് മുന്നേ ഒരു തുല്യത നിലനിൽക്കാത്ത സമയത്ത് തികച്ചും ശരീരത്തിനടക്കം കരം ചാർത്തിക്കൊണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ, ഇഷ്ടമുള്ള സമയങ്ങളിൽ, ഇഷ്ടമുള്ള കാര്യങ്ങളിനെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് മുന്നേ കല്ലുമാല സമരങ്ങളും അതുപോലെ തന്നെ മുലക്കരം ചാർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുണ്ട്. അത്തരത്തിൽ നിന്നൊക്കെ തന്നെ പോന്ന് ഇന്ന് സ്ത്രീകള് കിട്ടുന്ന സ്വാതന്ത്ര്യത്തെ
അതിൻ്റെതായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ കാണാനുള്ളത്. ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇപ്പൊ വനിതാ സംവരണം പോലും വെച്ചുകൊണ്ടാണ് ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ഇലക്ഷനൊക്കെ വനിതാ സംവരണ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ കയറി വരുന്ന സീറ്റുകളിലായാലും മിക്ക ആളുകളും കളഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ തന്നെ ജനറൽ സീറ്റിലായിട്ട് അവസരങ്ങൾ കിട്ടായികല്ല, ഇല്ല എന്നല്ല പറയുന്നത്, അവസരങ്ങൾ ഉണ്ട്. എന്നാൽ പോലും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താതെ നമ്മളുടെ വേദി നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വയം ഉൾത്തിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗം കൂടി നമുക്കിടയിലുണ്ട്. അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, കിട്ടുന്ന സാഹചര്യങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ നമ്മൾ സ്ത്രീകളാണ്, അമ്മമാരാണ്, അപ്പൊ കുട്ടികളെ വളർത്തുന്ന ടീച്ചർമാരുണ്ട്. ഇപ്പൊ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു പെണ്ണ് എന്ന കൺസെപ്റ്റോട് കൂടിയിട്ട് കാണാതെ അവരെല്ലാം ആ ഒരു രീതിയിൽ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടൊരു തരം താഴ്ത്തി കാണുന്ന ഒരു സംഭവം രക്ഷിതാക്കൾക്കിടയിൽ നിന്ന് വരുന്നുണ്ട്. കുട്ടി ഒന്ന് സ്കൂളിൽ പോയിട്ട് വരാൻ നേരം വൈകി കഴിഞ്ഞുണ്ട് വെച്ചെങ്കിൽ അവര് ഈ പെണ്ണല്ലേ കുറച്ച് നേരത്തെ വന്നൂടെ എന്ന് പറയുന്ന ആ രീതി രക്ഷിതാക്കൾ മാറ്റിക്കൊണ്ട് സ്ത്രീ ആയാലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അത് നമ്മുടെ കുട്ടികളാണ്, ഒരു കുട്ടി നമ്മളുടെ മക്കള് എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ട് വളർത്താൻ തുടങ്ങിയാൽ തന്നെ കുറെ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. വീട്ടിൽ നിന്നാണ് ആദ്യം അത്തരത്തില് പെണ്ണാണ് ആണാണെന്നുള്ള വേർതിരിവ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അവൾ വളർന്നു വരുമ്പോ കല്യാണം കഴിച്ച് വിടേണ്ട പെണ്ണ്, മറ്റൊരു വീട്ടിലെ പെണ്ണ്, അങ്ങനെയാണ് പറയുന്നത്, മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കേണ്ടത്. മറ്റൊരു വീട്ടിലെ ഒരു 10-18 വയസ്സ് കഴിഞ്ഞാല് തുടങ്ങും അവർക്ക് കല്യാണപ്രായമായി എന്ന് പറയുന്ന ഒരു അതൊക്കെ മാറ്റി ഒരു സ്ത്രീനെ വളർത്തി ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കുട്ടി ചെറുപ്പം മുതൽക്ക് വളരേണ്ടത് അവര് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടാവും, അവരെ പഠിക്കാൻ വിട്ട് അവർക്കൊരു ജോബ് എന്നുള്ള നിലക്ക് പോയിട്ട് അവരുടെ ഒരു വേറെ ഘട്ടമാണ് ലൈഫ് കല്യാണം കഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളത്. അതിലേക്ക് വേഗം തള്ളിപ്പെടാതെ അവർക്ക് അവരുടേതായ വിദ്യാഭ്യാസം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ രക്ഷിതാക്കളിട്ട് ആദ്യം പറയാനുള്ളത്. അത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ അവര് കുടുംബത്തില് കുറച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ ബാധ്യതകളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു തരത്തിൽ അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ഒരു സ്ത്രീ മൾട്ടി പേഴ്സണാലിറ്റി എന്ന് നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ വീട്ടമ്മയാണ്, ഒരു കുട്ടിയാണ്, മകളാണ്, അമ്മയാണ്, ഭാര്യയാണ്, അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലൊക്കെ തന്നെ അവളുടെ പ്രവൃത്തി ചെയ്തു വെച്ചിട്ട് വേണം. ഇപ്പൊ കാലത്ത് നമ്മളൊരു ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആ കാലത്ത് 5 മണിക്ക് എണീറ്റ് ഭക്ഷണം കാര്യങ്ങളും പാകം ചെയ്ത് അവിടെ കിച്ചൺ റെഡി ആക്കി വെച്ച് വീട് തൂത്തുവാരി വൃത്തിയാക്കി വെച്ച് എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ച് അയാൾക്ക് ഇറങ്ങാൻ കഴിയണുള്ളൂ. അപ്പൊ അതില് അവിടുത്തെ വീട്ടിലെ ആണുങ്ങളുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, മക്കളുണ്ടാവും, ആൺമക്കളുണ്ടാവും. അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മനോഭാവമില്ല. അത് നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങള് ഉമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണ് എന്നുള്ള മാറി കഴിഞ്ഞിട്ട് ഇതൊക്കെ വീട്ടിലെ അംഗങ്ങളാണ്, അവരും നമ്മളെപ്പോലെ തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, എന്നാൽ ഒന്നുകൂടെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹാപ്പി ആവും, നല്ലൊരു ലൈഫായി മാറും, വീടാണ് സ്വർഗം എന്നുള്ള രീതിയിലേക്ക് എത്തിത്തീരും. പിന്നെ കുറെ കൂടി നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക, ഉൾവലിയാതിരിക്കുക. ഇന്ന് ഒരുപാട് മേഖലകളിലുണ്ട് നമുക്ക് സ്വയം നമ്മളായിട്ട് വ്യക്തിത്വം തെളിയിക്കാൻ പറ്റിയതായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ ഇതാവുക. കാരണം ആണുങ്ങൾ ഒരിക്കലും അടിച്ചമർത്തപ്പെടുക എന്നുള്ള രീതിയിലേക്ക് പുരുഷന്മാരാണ് സ്ത്രീനെ അടിച്ചമർത്തുന്നത് എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരല്ല, സ്ത്രീകളാണ് ആദ്യം തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിന് ഒരു വശം അമ്മമായിരിക്കുന്ന സമയത്ത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കളയുക. പിന്നെ ഇന്ന് ഒരുപാട് മേഖലകളിൽ നമുക്ക് സ്ത്രീ സംവരണം വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നിയമവശങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അത്തരം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്താൻ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ എന്നുള്ളത് തെളിയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച സീഡ് ഗോവലിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സന്തോഷം നിങ്ങളുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായത്. മാറഞ്ചേരിയുടെ പ്രിയപുത്രി അല്ലെങ്കിൽ മാറഞ്ചേരിയുടെ നഗരമാതാവ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സമീറ ഇളയടത്ത് മാഡം അവർക്കാണ്. വളരെ നിഷ്കളങ്കമായിട്ട്, വളരെ സുന്ദരമായിട്ട്, വളരെ സൗന്ദര്യത്തോടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഈ വനിതാ ദിന
ദിവസത്തിൽ വളരെ രസകരമായിട്ട് അവര് എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സൗമ്യതയിൽ അദ്ദേഹം സംസാരിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഞങ്ങളുമായിട്ട് സംസാരിച്ചതിന്. മാഡം പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തികൾ, വീട്ടിലെ ഓരോ വ്യക്തികളും നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ്, നമ്മുടെ കൂടെയുള്ളവരാണ്. സ്ത്രീ ആൺ എന്ന് വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിക്കുമ്പോൾ വീട് സ്വർഗമാവും എന്ന് പറഞ്ഞൊരു സംഭവമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അത്തരത്തിൽ ഓരോ സന്ദേശങ്ങളൊക്കെ നമ്മൾ നെഞ്ചിലേറ്റണമെന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, യൂട്യൂബിലൂടെയും സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീഡ് ഗ്ലോബൽ സ്കൂൾ വുമൻ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നടത്തുന്ന BA വുമൻ വിത്ത് വിഷൻ എന്ന ശീർഷകത്തിൽ നടത്തപ്പെടുന്ന വിമൻ ഡേ സെലിബ്രേഷന്റെ ഭാഗമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് 4 വനിതാ മഹിളാ രത്നങ്ങളെയാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ചെയ്യുന്നത് എ വുമൺ ഈസ് ആൻസർ ഓഫ് മെനി ക്വസ്റ്റ്യൻസ്, വാട്ട്, ഹൂ, വേർ, വൈ, ഹൂ, വെൻ, ഓൾ ആർ ലിസൺ ദ വുമൺ ഇൻ അവർ ലൈഫ്. ഒരുപാട് ആളുകൾ ഒരുപാട് മെസ്സേജസ് ഒക്കെ കമന്റ് ബോക്സിൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലത്തെ പ്രിയപ്പെട്ട ശ്രോതാക്കള്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധനയോടെ നോക്കിക്കാണുന്ന ഏതെങ്കിലും വുമൺ അവരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ, സന്ദേശങ്ങൾ, വനിതാ ദിന സന്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. നിങ്ങൾ അത് വായിക്കും എന്നൊരിക്കൽ കൂടി പറയുകയാണ്. ഞാൻ വീണ്ടും നമ്മുടെ സമീറ മാഡത്തിലേക്ക് വരുന്നു. അതിനു മുമ്പ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ ആളുകൾക്കും വനിതാ ദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും വനിതാ ദിനാശംസ നേരുകയാണ്. ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നു. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു ഇന്ദുലേഖ കൃഷ്ണൻ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുകയാണ്. ഷമീറ മാം, ഇപ്പോ ഒരു രാഷ്ട്ര പുരോഗതിയുടെ ഏറ്റവും വലിയ കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്, നല്ല ഭരണാധികാരികൾ ഉണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. ഇന്ദിരാഗാന്ധി മുതൽ അതിന് ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ മാതൃകയുണ്ട്. മിഷേൽ ഒബാമ, അല്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കമല ഹാരിസ് പോലെയുള്ള ഭരണത്തിന്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ ഉന്നതങ്ങളിൽ ഏറി നിൽക്കുന്ന വനിതകൾ ഇന്ന് ഉണ്ട്. ആദ്യകാലങ്ങളിൽ അത്തരത്തിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതായത് ഒരു എന്താ പറയാ, കറുത്ത ഭൂഖണ്ഡം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഇരുണ്ടു മൂടിയ ഒരു സ്ഥലമായിരുന്നു. അവിടയിലേക്കാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ പോലെ സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഭരണസിരാകേന്ദ്രങ്ങളിലൊക്കെ നയിക്കാൻ ഇന്നത്തെ ലോകത്ത് കഴിയുന്നത്. ശരിക്കും എങ്ങനെയായിരുന്നു ഷമീറ മാഡം ഇന്ന് ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തന മികവുകളുണ്ട്. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് സമൂഹം അല്ലെങ്കിൽ ആളുകളുടെ ഒരു നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് എത്രത്തോളം ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു, എത്ര ആളുകൾ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ ആരായിരുന്നു മാഡത്തിന് ഒരു പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. മാഡം പ്ലീസ്. തികച്ചും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഈ മേഖല ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, ഭർത്താവ് വഴിയാണ് ഞാൻ ഇതിലേക്ക് കാലുകുത്തിയത്. അതാണ് ഞാൻ ആദ്യം പുരുഷന്മാരൊരിക്കലും അടിച്ചമർത്തുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരൊറ്റ കാരണം. കാരണം എനിക്ക് പ്രചോദനമായതൊക്കെ തന്നെ എന്റെ ആൺ സുഹൃത്തുക്കളായിരുന്നു. എന്റെ ഭർത്താവാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഇതിലേക്ക് ഇറങ്ങാനും അതില് പ്രവർത്തിക്കാനും. അപ്പൊ ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് ആദ്യകാലത്ത് ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പല മേഖലകളിലും പല കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാന്, നമുക്ക് ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പൊതുജനങ്ങൾക്ക്, അറിവില്ലാത്തവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ ഇത്തരത്തിലുള്ള മേഖല ഏറ്റവും നല്ല രീതിയായിരിക്കും എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു യൂത്ത് വിങ് ഉണ്ടായിരുന്നു, YF എന്നാണ്. യൂത്ത് വിങ്ങിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കാന് മാറഞ്ചേരി ഡിവിഷനിൽ ഒരു സീറ്റ് തന്നിട്ട്, പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു സാഹചര്യത്തിൽ അതൊരു ശരിയല്ല, LDFന്റെ ഭാഗമായോണ്ട് മത്സരിക്കുന്നതും ജയിച്ചു വന്ന് 5 വർഷക്കാലം തുടർന്നു ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്കിടയിൽ നിന്നത്. സാധാരണക്കാരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. കാരണം അവർക്കെല്ലാവർക്കും കേൾവിക്കാരെയാണ് ആവശ്യം, ചെറിയ ചെറിയ സഹായങ്ങളാണ് അവർക്ക് ആവശ്യം. മറ്റുള്ള കാര്യങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ചെയ്തു കൊടുത്താൽ മതി, അല്ലാത്തത് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഇന്ന സാഹചര്യത്തിൽ നിന്ന് അത് ചെയ്തു തരാൻ ഞങ്ങൾക്ക് ആവില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ബോധ്യം വരുന്ന ആളുകളൊക്കെ തന്നെയാണ് നമുക്ക് ചുറ്റുള്ളത്. നേരെ മറിച്ച് അവര് ശരിയാവാത്തൊരു കാര്യം ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് നടത്തുമ്പോൾ അവർക്ക് അവസാനം അത് കിട്ടാതെ വരുമ്പോ ഉണ്ടാകുന്ന നിരാശയാണ് നമ്മളെ വെറുക്കപ്പെടുന്നവരാക്കുന്നത്. ആദ്യം അത് പറഞ്ഞ് ചിലപ്പോ അവർക്ക് ഒരു മുശ്ചിലുണ്ടാവാം, ഇവരെടുത്ത് പോയിട്ട് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കുന്നത് ചെയ്തു തരാൻ പറ്റാത്ത കാര്യമായിരുന്നു.
എന്തായാലും അവരെ കേൾക്കുക, പരാതിയായിട്ട് വരുന്ന അല്ലെങ്കിൽ സങ്കടമായിട്ട് വരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആളുകളെ കേൾക്കുക എന്നുള്ളതാണ് എന്നെ ഇത്രത്തോളം എത്തി നിർത്തിയത്. വീണ്ടും ഈ ഒരു ഇലക്ഷനിൽ ഒരു വാർഡിലേക്ക് മത്സരിക്കാൻ നിൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് ആളുകളുടെ സ്വീകാര്യത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തനം ഒക്കെ തന്നെയാണ്. അല്ലാതെ എന്റെ കഴിവ് എന്നൊരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ മറ്റുള്ളവരുടെ വിലയിരുത്തലാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചത്. തുടർന്നും ആളുകളുടെ അടുത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളുടെ കൂടെ നിന്ന് അവരെ കേൾക്കാൻ ഞാൻ തയ്യാറാവും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് മോട്ടിവേഷൻ ആയതും എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നത് എന്റെ ഹസ്ബൻഡാണ്, കുടുംബം, എന്റെ ഫ്രണ്ട്സുകൾ, എന്റെ കൂടെ സഹപ്രവർത്തകര് ഒക്കെ തന്നെയാണ്. അവരൊക്കെ ഈ വേദിയിൽ ഓർക്കുകയാണ്. താങ്ക് യു മാഡം. എന്താ പറയാ, താങ്കളുടെ പക്ഷയായിട്ടുള്ള ജീവിതം ഇവിടെ ഞങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പറയുകയുണ്ടായി. മാഡം പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്, നമ്മൾ ചില ആളുകൾക്ക് കേൾവിക്കാരാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് തിങ്സ് എന്ന് നമ്മുടെ ലൈഫിൽ. ഒരുപാട് ആളുകൾക്ക് കേൾവിക്കാരാവാൻ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ കേൾക്കാൻ സമയമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് അവരെ കേൾക്കാൻ സമയം കൊടുക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള വർഷങ്ങളിലും ചരിത്രത്തിന്റെ ഇടം നേടാൻ കഴിയുന്ന വലിയൊരു ഭരണ കേന്ദ്രം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വനിതയായി മാറട്ടെ എന്ന് ഈ വനിതാ ദിന മെസ്സേജ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് പറയുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മാത്രം ദിനമാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുടെ ലോകത്ത് സ്നേഹവും സൗന്ദര്യവും സന്തോഷവും കൊണ്ടുവരുന്നത് സ്ത്രീകളാണ്. നിങ്ങളെല്ലാവരും പുഞ്ചിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് വാനം തിളങ്ങുന്നത്. അതിനാൽ ഈ പുഞ്ചിരികളൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ലോകം വർണ്ണമാകട്ടെ എന്നും ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. വളരെ തിരക്കുള്ള ഒരു പേഴ്സണാണ് നമ്മുടെ സമീറ ഇലയടത്ത് എന്ന് പറയുന്നത്, നമ്മുടെ പഞ്ചായത്തിന്റെ മാറഞ്ചേരി പഞ്ചായത്ത് ആദരണീയായ പ്രസിഡന്റ്. വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് എന്താണ് ഈ അവസരത്തിൽ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്ന പറയാനുള്ളത്? ഓക്കെ ഷമീറ മാം, നമ്മുടെ മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും സന്ദേശമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ അവസരത്തിൽ? ഒരു സന്ദേശമായിട്ട്. സന്ദേശം എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു വനിതാ ദിനത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ചുറ്റുപാട് ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ശരിയായ വണ്ണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഒരു സ്പേസ് കണ്ടെത്തുക, തികച്ചും മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എന്നുള്ളത് മാറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുവഴി നമ്മളുടെ കാര്യങ്ങൾ നടക്കും. അതെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് മാത്രം കരുതുക. അവരുടെ ഒരു പുഞ്ചിരി, അവർക്ക് സാധിക്കാത്തൊരു സംഭവം, ചെറിയ വിഷയമായിരിക്കാം, ഒരു പെൻഷനായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അത് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി നമ്മളുടെ സമ്പത്തായിട്ട് കാണുക. അത്രമാത്രമാണ് ഈ ഒരു സ്പേസിലേക്ക് പറയാനുള്ളത്. Okay, thank you very much. Thank you. A really big salute, Sameera ma'am, our Grama Panchayat, Maranchery Grama Panchayat President. വളരെ ലളിതമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സംബന്ധിച്ച മാഡത്തിന് എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളും എല്ലാ ദിവസങ്ങളും വർഷങ്ങളും ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഷെരീഫ മാം ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, ദിനം എന്ന് പറയുന്ന ഒരു ദിനത്തിൽ മാത്രം പുഞ്ചിരിക്കേണ്ട, സന്തോഷങ്ങൾ പങ്കിടേണ്ട ദിനം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും വളരെ ഓർക്കാനും സന്തോഷങ്ങളും സ്നേഹവും കരുതലും പങ്കിടാൻ അവർക്കൊക്കെ കഴിയട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു ഷമീറ മാം, ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. മുനീബ നമ്മളുമായിട്ട് പറയുന്നു ഹാപ്പി വുമൻസ് ഡേ എന്ന് പറഞ്ഞ മെസ്സേജ് ആയിരുന്നു. താങ്ക് യു മുനീബ. ഷെജു അബൂബക്കർ, ഗ്രേറ്റ് മാം, മാഡത്തിന് ഒരുപാട് ആളുകൾ സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. എല്ലാവരും നേരത്തെ പറഞ്ഞ തന്നെ മിഷൻ ബ്ലോഗ്സ് സൂപ്പർ മാൻ എന്ന് പറയുന്നത്, താങ്ക് യു മിഷൻ ബ്ലോഗ്സ്. നേരത്തെ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ വുമൻസ് ഡേ വെബിനാർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിമൺ ഉണ്ടെങ്കിൽ, അവർക്ക് നിങ്ങൾ നല്ലൊരു മെസ്സേജ് സന്ദേശം അയക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഞങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നുസ്രത്ത് പി കെ പറഞ്ഞു, ഇൻ മൈ ലൈഫ് ഫസ്റ്റ് മോട്ടിവേറ്റഡ് ടു മൈ ഹയർ സ്റ്റഡീസ്. That was a woman, my lovable mother. Like to live as that woman. That is the life of woman. Absolutely, Nusrat ma'am. അവർ നല്ലൊരു കമന്റ് ബോക്സിൽ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് അമ്മയെ പറ്റി. താങ്ക് യു നുസ്രത്ത് മാം.
നമ്മൾ നാല് മഹിളാ രത്നങ്ങളാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഷമീറ മാം നമ്മളുമായി സംസാരിച്ചു. അടുത്തതായിട്ട് ഞാൻ വരുന്നത് ഡോക്ടർ നെജില ടി വൈ. ഡോക്ടർ നെജില ടി വൈ വളരെ ഹാപ്പിനെസ് അല്ലെങ്കിൽ വളരെ സന്തോഷമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്ക്രീനിൽ ഉള്ളത്. അദ്ദേഹം HOD ആണ്, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, MES KVM കോളേജ് വളാഞ്ചേരിയിലെ മേധാവി കൂടിയായിട്ടുള്ള, വിദ്യാഭ്യാസ മേഖലയിൽ തങ്ങളുടെ വ്യക്തിത്വം നേടിയെടുത്ത ഒരു വ്യക്തിത്വ പ്രഭാവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, അക്ഷരങ്ങളും അറിവുകളും വിദ്യാർത്ഥികൾ പകർന്നു നൽകുന്ന ഡോക്ടർ നെജില ടി വൈ. വളരെ ആവേശത്തോടെ, സന്തോഷത്തോടെ, ആദരവോടെ ഇന്ന് സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഈ ലൈവ് പ്ലാറ്റ്ഫോമിലേക്ക് വിമൻ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നടത്തുന്ന BA വുമൺ വിത്ത് വിഷൻ എന്ന ശീർഷകത്തോടു കൂടി ഈ പരിപാടിയിൽ ഹൃദ്യമായി ഡോക്ടർ നെജില ടി വൈയെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാം, പ്ലീസ്. Good afternoon, everyone. I hope I'm audible. Yes. Okay, respected dignitaries in the program, Sameera ma'am, Ms. Samna, Ms. Sharifa, Ms. Bahiya, our Chief Happiness Officer, Mrs. Tariq, I suppose, I think so, and students. This is in a school, so students, parents, participants, a very good afternoon to you all. At the very outset, let me thank you for inviting me for this program and the kind of address that you give of Vanida Ratnangal ennokka parayumbo, it's kind of, glorifying all of us, and I didn't expect this sort of an, thing. I was just thinking that message for Women's Day, and that's what was just, I thought that I just share some experience with the students or something of that sort. Anganeyulla oru than aalochichu, പക്ഷേ this is kind of like a news commentary show or something. Yeah, anyway, in the beginning itself, thank you so much for inviting me, and I wish you a very happy Women's Day to all of those who have tuned in to this program today. And ഇന്നത്തെ വനിതാ ദിനത്തിന്റെ ഒരു special message or the motto, or what do you say for that, like the message of this, according to the United Nations, is women in leadership achieving an equal future in a COVID-19 world. But Ms. Sharifa തുടക്കത്തിൽ തന്നെ in the welcome address, she spoke of this, and that is quite a striking kind of theme that you have today actually with this Women's Day, because in this time when we have been affected with this COVID-19 pandemic, the whole world order has been, destroyed, or it has just come down, and നമ്മൾ ഇതുവരെ കണ്ടിരുന്ന പോലത്തെ ലോകത്തെ ഒരു ഓർഗനൈസിംഗ് സ്ട്രക്ചർ അല്ല നമ്മളിപ്പോൾ വേൾഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. There is so much, the way people work, and people are working from home. I'm joining you from here, and I'm sitting at my in my own study right now, but then you can see me over there, and I'm at two places at the same time right now. Working here from home, and all this has brought a paradigm shift in the professional and in the personal world. There's this thing where you find that this personal and the professional is kind of mingling, and you can see that there's this line between that has been blurred. So you see that it's a whole new world that is coming up, and what better time than to create a new world order for us women, carve a space for women. We talk about women empowerment, we know that there is so much of empowerment going on, and we see how Ms. Sameera spoke of how she was encouraged by so much of her male colleagues and her family and all those things. We what I would like to say in the beginning itself, when our Chief Happiness Officer, sorry, I think his name is Sari, he was saying that glorifying women, and I think that we're just ordinary women. It's just that women who have had this opportunity, and maybe just like men also, we also have this opportunity of working with some really good colleagues and really good family members, and all people are inherently good, and എല്ലാവർക്കും ഇതേപോലെ സപ്പോർട്ട് വേണം. നേരത്തെ തന്നെ സ്പീക്കേഴ്സ് പറഞ്ഞതുപോലെ, like all of us need a lot of support. You talk of women who do so many roles, like you talk about them being daughters, you talk of them being mothers, you talk of them being professionals and all those things. Yes, no matter how much you say that men are helping with the household work, or maybe in supporting it, but the women always
has that extra load to carry. No matter what support system you have, I have not seen any men who can handle all of these things. So I think that's a kudos to all the women out there. So it's not just for us women here, it's for all the women over here, and we need to realize this potential. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും ഈ സ്റ്റുഡൻസ് എല്ലാവരും റിയലൈസ് ചെയ്യേണ്ടത് that you have immense potential and this is what you should harness. എല്ലാവർക്കും ഈ പവർ ഉണ്ട്. You should harness that and you know it's not that you don't have potential. The thing is that people are not, it's not just girls or it's not just women, it's about all. I go into the college and I have so many students in front of me. I can tell you that I was also reading a book yesterday and on women leadership, and the census shows that 50% of Indian women are in education. And no one can say this better than me because I can see in different colleges. I've worked at Asmavi College, Kodunallur MES Asmavi College. I've worked at MES Maranchery College. I can see that most of the students are girls. And yeah, in some departments you have boys also coming in. But what I see alarmingly, disturbingly so, is that most of the students, they tend to waste their time a lot. Not just them. I'm talking about not just children. If you talk about children alone, I talk of children because it's children whom I'm talking to right now. Because in the cheyanengilum, and especially now when you are attending your classes online, you have everything that is going on your devices, on your gadgets right now. It's very easy to just click from one place to another and just go on these hyperlink interactive kind of spaces. You tend to get lost in this maze of clicks and this dopamine effects that you get clearly. About hit of happiness is actually giving you a kind of addictive kind of experience where you keep on moving on aimlessly in the virtual space without doing anything in particular which is productive. So on this Women's Day, I would actually entreat you all to make use of all the devices or whatever resources that you have, and time being the most important one, to make your life better and the life of people around you better. And talking about all these things on Women's Day, I started with beginning with this COVID-19 situation, and we were talking about, this whole paradigm has been shifted, and you have a new space to where you can launch yourself from, and it's a chance to actually end the exclusion and the marginalization that women go through in various spheres of life. And it's a time, it's an opportunity that we should take to play a full role, take full role in shaping the world, to break the barriers that are historically imposed upon you culturally or socio-economically. That yes, we talk about cultural constraints. Women ഇപ്പൊ പറയുമ്പോ എല്ലാരും പറയും സ്ത്രീ അമ്മയാണ്, മകളാണ്, ഭാര്യയാണ്. You talk about all these things, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലേബിൾസ് കൊടുക്കുന്ന സമയത്ത് you're actually giving a lot of cultural baggage also along with that. Okay, അമ്മയാണ്, you're supposed to be doing this. Yeah, this is your role. And if you are a wife, this is what you're supposed to be doing. It's not that why don't you expect these from men also? ഈ ഒരു കൾച്ചറൽ സ്ഫിയർ, ഈ കൾച്ചറൽ കൺസ്ട്രെയിന്റിൽ നിന്നും breaking free from that is really difficult. Actually, I was reading an article from the Harvard Business Review yesterday, and what I was looking at is that you look at all these sensors, you look at all these kind of tangible kind of oppression that you see around you. നമ്മളിങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ, ഇത്ര ആൾക്കാർക്ക് ജോലി കിട്ടുന്നുള്ളൂ, ഇത്ര ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ, നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഉള്ളത്. ഇറ്റ് actually pressurizes the woman. You think about a woman who's doing a work which no matter what you speak about, there are certain qualities that are associated with the female mind. Actually, I'm from the literature field, and we talk about feminism in the parayna samayathu. It's not that male bashing alla feminism. You talk about how something is more female than it is male. So you talk about also literature, maybe language, it is more rounded. Actually, feminism 19th century
യുടെ തുടക്കത്തിലൊക്കെ പറയുന്ന സമയത്ത് ലാംഗ്വേജ്, ഫീമെയിൽ ലാംഗ്വേജ് കുറച്ചും കൂടെ റൗണ്ടഡ് ആവും അങ്ങനെയൊക്കെ പറയുന്നു. But it's not about equality or anything. It's about how a male is different and a female is different. And when you talk about this, a female has like maybe more compassion. Actually, a business review, Harvard Business Review article, there are some things which are proven, or maybe the maternal instincts which actually render them more suitable for certain kinds of job, and people think that they are just suited for certain kinds of jobs like maybe nursing or maybe teaching and maybe care jobs. And we talk about care jobs these days. We've all seen the movie The Great Indian Kitchen and all. You see, you talk about all these things. You talk about unpaid care, jobs which happen and which take up so much of a time, which actually drains the female, and they do not get an opportunity or maybe the resources to express herself anywhere else. I'm not particularly a fan of the aesthetic way in how that treatment, that particular theme has been treated in that film, but I know that that is an idea which needs to be discussed. And what I want to tell, what I want to entreat especially, or ask you or motivate you to do mostly, is to try to gain financial independence. And financial independence is so important because no matter what we say, we talked about the cultural constraints, and Miss Sameera that it's not just men who actually impose restraints upon men. I have also had similar experiences. I share the kind of feelings that Miss Sameera has talked about. There are so many male colleagues and so many men in the family, my father, my husband, my brothers, so many people who have supported me, my son. There are so many people who support me and getting, where I am today. I couldn't have done this without their help. But, when you talk about these cultural constraints, there are, sometimes women itself who unwittingly take part in this patriarchal kind of oppression. Patriarchal norms, and actually, I would like literature, film studies, I keep going back to films again. You see that The Great Indian Kitchen, that this woman is put in the room, and there's this father-in-law sister who's coming and saying that you should stay in here, how dare you just step out of the room, you should not be doing this, you should not be doing that. Women are becoming oppressors of women, and it's not we're not talking about males who oppress women or women who oppress women. We're talking about a system that has been put in place. That's how we are conditioned. The whole patriarchal system which has been there, we have been born into this. And men aanengilum, women aanengilum, unwittingly ee patriarchal system avaru propagate cheyanu without knowing that this is this. We have this thing, culture is absolute aanu, idana culture ennulla kind of idea, idana truth. It just ഫെമിനിസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ഫീമെയിലിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ കാണുന്ന എല്ലാ ഫാഷിസ്റ്റ് ഇൻഡസ്ട്രീസിൽ കാര്യത്തിലും ഇത് തന്നെയാണ്, that you believe that this is only one truth. That is not the case, because this is not, you look at one, I'm not saying that there's no, in the postmodern world you actually talk about everything as in days kind of, you talk about everything is floating around, you have floating signifiers, there's no meaning, there's no truth in the parang, but actually there is truth. Maybe you'll have to find it somewhere. ഏതെങ്കിലും ഈ കുറേ മീനിങ്സിന്റെ ഇടയിലത്തെ കിടക്കുന്ന രണ്ട് മീനിങ് നിങ്ങൾ വിചാരിക്കുന്നതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ട്രൂത്ത് കിടക്കുന്നുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ആസ് എൻ എഡ്യൂക്കേറ്റഡ് person, whether it's be a woman or whether it be a man, you need to come to, when you say educated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ sin theta cos theta, my son is studying all these things right now, that is not what the education what education should be supplying with you with. Of course that should be there, but the thing is that you think critically, understand things around you, understand what is going on around you. Like maybe if you are being manipulated, or if you are being if this is something that is being injected into my mind. I'm seeing a film and you think it's very innocent, but innocent item nammal aa world ilekku immerse cheyyunnathu vadi we are thinking that this is the truth of the world, and we tend to internalize the kind of worldview which the filmmaker is giving us or the literature person is giving us, and believe me, we are living in a world is fiction. You look around, see that this is real. Okay, there are poll managers around, manipulating how you should be thinking. So this is a world in which you need to be awake and know what is going on around you. And especially as women, you need to understand that we need to use this kind of critical thinking, intelligent kind of thinking, to make ours a lot better.
The first thing what the speakers before me have already mentioned is that empowering yourself. Empower first, empowering ourselves, and you realize that what your potential is and what you have to give to the world. When you talk about that, then you will be able to empower others. Position. And what is actually, I've picked the story of a woman, Elayadath, which I just read off in the United Nations, this Generation Equality Project. She was living in Syria when her house was bombed in 2012, and she woke up. Of course, you can't sleep through a bomb raid. Her legs were maimed, and she lost a hand. And when she had to run away from her home and cross the Syrian border into Jordan, she had only a sister with her, whom she lost on the way. We are living in such blessed conditions, no matter what we speak about. So think about the people living in these war-torn areas. And when she was crossing the border, she lost her sister, and her sister had to go back to the place in Syria where they were living, and she died 3 days later. And this Ibtisam Saeed Ahmed, she had to live in this refugee camp there alone, a single woman. And a woman who has not been outside and who's not been working at all, it could be so intimidating. It is only, think of all the women in our house who have not entered the public sphere at all. For these women, it could be so intimidating. Am I overstepping my time? How much time do I have? Can I just know that? Yes, please, you can talk. Maybe 5 minutes or maybe 4 minutes more, okay, in this talk, and it's not okay. So, You can. if what I was saying, yeah. Yes, please proceed. Okay, so Ibtisam Saeed Ahmed, I'll not stop now. Ibtisam Saeed Ahmed, she was living in this refugee camp over there, and she was separated from her sister. Her sister had died, and she was living all alone, and she was alone. There were two, obstacles in front of her. One was that she is handicapped, and the other is that she is a lone woman living there, which is predominantly male. So that is kind of an intimidating situation. But she did it. She got a job over there. Before that, she was not somebody who had gone out and earned her living and all those kind of things. But this is a new situation for her, but she did it. She got a job in the UN Women Oasis, these refugee camps where the UN runs these things. She got a job over there as a UN Women Oasis Center, as a teaching assistant, as an educator, as a peer facilitator. And she started supporting herself and paying her medical bills from that. So mostly what happens is women usually get into the workforce when they are either forced to, or these days at least we see women who come forward who say that yes, we need to be doing something, and you talk about that. But I have seen, I've been in this field for some time. I've been teaching for quite some years now, and I see a lot of adolescents and maybe young adults. Yeah, they finish their adolescence by the time they come into college. But I see that there's this kind of a romanticized view of the world when they come into college, and especially in arts and science colleges, they tend to project all the kind of images that they find on media onto the campus, and they come there just for fun. They do not have, okay, having some fun is okay, but that should not be at the cost of what you need to get from your education. Being educated, yeah, become a critically thinking kind of person, become an intelligent person, and become employable. That's very important. And that is something that we should be aiming at, rather than just, I know that you look into the media, you watch YouTube all the time, or maybe you watch kind of all the resources that are available, which are good. Yeah, there are a lot of things. I myself do recommend certain kinds of crash course videos which I see on the YouTube for my students. They are good, which are animated and so much better than my maybe boring video lectures. So I just give them those things and I ask them to do that. But what I tell them all the time is that don't just stick to these. When you are doing these, you're just watching, but you're not doing anything productive. You talk about Kerala being this place where you are all consumers, and I don't want to be adding to that kind of population here. For my students, at least, I try to tell them that you need to be producing something.
Be dreamers, be creators, do something, create something. And you watch something. I take creative writing classes also for my students. So I tell them that Gulzar, a poet, he writes poems. And maybe you've already listened to some of his songs in Hindi films and all. I tell them that how Gulzar writes, he sits and reads from 7 a.m. to 10 a.m. in the morning. And after that, he writes for 1 hour. So 3 hours reading and then 1 hour creating. I ask all of you today, maybe let me give you a message of that sort to you today, where you do not be passive consumers, be producers, be creators, be dreamers, empower yourself and enter everywhere. He see these gendered spaces you talked about. Yeah, I talked about the gendered spaces of and nursing and teaching, and it's so also it's not a very happy surprise that you find that both you find people, a lot of women teaching, a lot of women doing the nursing and all those things. You don't find women in the administrative kind of positions. It's very difficult to break the glass ceiling, and some places those glass ceilings are particularly thick. Getting onto the top is really difficult for women, but it is something that you can do. It can be done, and you have so many examples of women who have done it before. So it's women are half the population of the world, and if you don't include women in the conversation, in the discussion, you are blocking out one half view of the world. You should be including, bringing them to the table, bringing their views to the table, and people have started realizing that, and that has been, of course, been a part of the agenda for so many governments for so long, but we still have a lot more places to go. So on this Women's Day, while wishing all of you a happy Women's Day, let me end on three kind of messages which I would just like to finish my talk with, round it off with. Empower yourself, because it is the key to breaking barriers. And with that, whatever resources or whatever stand that you have acquired for yourself, use it to stand up for the rights of others. Because yes, we think that we have, we see a lot of women around us who are empowered, but there are still so many more who do not have the resources or do not have the proper guidance to actually liberate themselves from these chains. So educate young people to become the voices of the future. Hope you all today take a decision, become the voices of tomorrow, all my little ones. Thank you so much for inviting me, the organizers. Thank you, everyone. Happy Women's Day. Wow, excellent, excellent. It was a great spot type by Dr. Najila. That's a very great. Thank you very much. Specifically commended, very great, Najila ma'am. Thanks for important words. Absolutely, it was part talk by Dr. Najila ma'am. It was awesome one. ഒരുപാട് മെസ്സേജുകളാണ് നമ്മുടെ നെജ്ലം ഈ ടോക്കിലൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നൽകിയത്. കാരണം ഒരുപാട് കാര്യം, കാരണം നെജ്ലം മാമിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രഗത്ഭയാണ്. അതിന്റെ മേഖലയിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിത്വം കൂടിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു, ഒരുപാട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് എംപവർ യുവർസെൽഫ്, അല്ലെ? നമ്മൾ തന്നെ സ്വയം എംപവർ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മാഡം ഇവിടെ നമ്മളുമായിട്ട് സംസാരിക്കേണ്ടായി. താങ്ക് യു വെരി മച്ച് നജ്ല മാം, വൺസ് അഗെയിൻ ഫ്രം സീഡ് ഗ്ലോബൽ സ്കൂൾ. താങ്ക് യു വെരി മച്ച്. മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, എഡ്യൂക്കേഷൻ മേഖലയിലാണ്, വിദ്യാഭ്യാസ മേഖലയിലാണ് മാഡം ഇപ്പോഴും കണ്ടിന്യൂ ആയി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളെ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കാണുന്നു, ഒരുപാട് രക്ഷിതാക്കളെ കാണുന്നു, അതിൽ ഒരുപാട് ആളെ കാണുന്നുണ്ട്. പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉന്നത തലങ്ങളിലേക്ക് ലൈക്ക് വുമൻസ്, എസ്പെഷ്യലി വുമൻസ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നേരത്തെ സമീറ മാം പറഞ്ഞ വലിയൊരു കാര്യമുണ്ടായിരുന്നു, ഒരു പ്രായം കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് പകരം ഇപ്പൊ എഡ്യൂക്കേഷനിന് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് പോലും ഇപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യം ആസ് എ ടീച്ചർ എന്ന രീതിയിൽ ഒന്നും കൂടി പേഴ്സണൽ ആയി മാഡത്തിന് ടോപ്പ്. I'm sorry, there's a lot of disturbance in your voice. But I'll try to answer you. You were talking about Chiriana. There is, for women, there is this trend. I joined to the around 9 years side college later, and working and what I have seen is that for children, when they come into college, they do not like to be called children also sometimes. They think that
ഈ SFIയിലൊക്കെ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പട്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ കുട്ടികളാണ് എന്നുള്ള പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. They feel that we are infantilizing them, but women have this maternal instinct. Appo you see that women students whom we have, they are kind of always oriented towards not a lot, but yes, in the homes and all, there are a lot of women who are pressurized to get married as soon as they get into college. Sometimes we talk about dropouts വരാറുണ്ട്. പക്ഷേ I am happy that ഇപ്പോൾ ആ ഡ്രോപ്പ്ഔട്ട്സിന്റെ റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അറ്റ്ലീസ്റ്റ് വി കൻ സീ ദാറ്റ്. ആൻഡ് മാക്സിമം ഈ കുട്ടികളുടെ ഈ നമ്മൾ പറയാ, എൻ്റെ കോളേജിൽ ഞങ്ങളുടെ ഡോക്ടർ ഹമീദ് സർ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ പ്രിൻസിപ്പൾ. അപ്പോൾ സർ ആദ്യം തന്നെ ചെയ്യുക പാരൻസിനെ ഓറിയന്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ടെൽ ദം ദാറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓക്കെ MES KVM കോളേജിലാണ് പഠിക്കുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത ആലോചന നോക്കാം, ഒരു പ്രപ്പോസലിന് നോക്കാം. അതാണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ടാണ് കൈൻഡ് ഓഫ് അതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെയാണ്. പക്ഷേ ദാറ്റ് ഹാസ് എ ലോട്ട് ചേഞ്ച്ഡ് എ ലോട്ട് ആക്ച്വലി സ്റ്റുഡൻസിന്റെ. I can't say that it is completely gone. I have so many students, especially ഈ കോവിഡ് ആയപ്പോൾ I think very easy ആണ് കല്യാണമൊക്കെ നടത്താൻ. സോ ഞാൻ ചില കുട്ടികൾ വന്നിട്ട് പറയാണ്, മിസ് എൻ്റെ നിക്കാഹാണ് ഈ സാറ്റർഡേ, ഈ സൺഡേ, ഈ വീക്കെൻഡിൽ എന്നൊക്കെ പെട്ടെന്ന് ഒന്ന് പറയുമ്പോൾ surprise. I didn't see that coming. You didn't even tell me about this. Like, so they say that it just happened all of a sudden. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. But what I tell them is that okay, maybe I am a mother also, and I can let me tell you that I got married when I was 17, and I did all my studies after that. I was working also after that, and then I did my studies also, and I did I think when I was more responsible for my studies actually. ഞാൻ തന്നെയാണ് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, വിമലയിൽ പോയി ഞാൻ എൻ്റെ PhD ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നായിരുന്നു എല്ലാതും. And I did get a rank also for my MA. So I think I was more responsible because it's not about having fun for me going to college. It was about getting, when I have so much responsibilities around and I need to use the time that productively that I have. I knew that I had to do something with the time that I have. And that is something, time. In the life, time ആണ് എനിക്ക് ഏറ്റവും വലിയ asset ആയിട്ട് feel ചെയ്യുക. No matter what you have, don't waste time. I just hate it when people waste time. And meetings also, you stick to one time and then you just do that and go on and do what you need to do the next day, because that's the asset that you can never get back. Use the time very productively that you have. And I tell my students also. And students in the കാര്യത്തിൽ, ഇപ്പോൾ girl students in the കാര്യമാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. Today's Women's Day. What I do in the college right now is that ഞങ്ങളുടെ സിലബസിൽ പുതിയ സിലബസ് മാറ്റം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എക്സാം വളരെയധികം ട്രഡീഷണൽ തന്നെയാണ്. ലാസ്റ്റ് ടൈം വാട്ട് ഇസ് എ മെറ്റഫിസിക്കൽ പോയിട്രി അല്ലെങ്കിൽ വാട്ട് ഇസ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം അങ്ങനെയൊക്കെ പറഞ്ഞാണ് ചോദിക്കുക. പക്ഷെ ഇപ്പൊ സിലബസിൽ മാറ്റം വരുത്തി, ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ സിലബസിൽ മാറ്റം വരുത്തിയിട്ട് ചോദിക്കാം, ബാർബി ഡോൾ നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നു. വാട്ട് cultural message do you get from that? What use Marxist criticism to analyze that? Okay, അപ്പോൾ സ്റ്റുഡൻസ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ കാണാണ്ട് പഠിച്ചിട്ട് അത് പോയി എഴുതാൻ വന്നു കഴിഞ്ഞാൽ സോ യു ടെൽ സംബഡി ദാറ്റ് നമ്മൾ പണ്ടത്തെ പാട്ടൊക്കെ കേൾക്കും. ഞാൻ ഐ യൂസ് ദാറ്റ് ഫോർ മൈ സ്റ്റുഡൻസ്. പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ. സോ ഐ ടെൽ മൈ സ്റ്റുഡൻസ്, you don't have to be that. They're telling you that, okay, don't try to be that, because yes, you can be that all the time, but that does not make you restrict yourself to that image. People tend to think that women are soft. You need to be compassionate, you need to be this. And some woman who acquires a kind of leadership role, you'll have to be tough, you'll need to be hard, you'll need to talk dirty, or I'm sorry, not talk dirty, but at least be a little talk. Maybe people try to brand you as being you're arrogant, or maybe she's not like that. Actually, I remember also going to a meeting at MES Medical College in Pendlemanna. Dr. Fasil was there, and we were talking about these things. It was a meeting of the vice principals and IQAC coordinators of the college, and there were only two women, me and another Dr. Hasina ma'am was there, and we were sitting there, and Dr. Fasil Kapoor, he said that ഇവര് പിന്നെ ആണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളാണ്. So you actually think that, yeah, if you have these sorts of particular kind of qualities, or if you
have a particular kind of attitude, you are men, or you're not women, but let's show them that we are women. And I tell my students, I tell them that don't stick yourself to the gendered spaces that have been assigned to you. In your home, you have the gendered spaces. I remember my friend Niranjana. Should I stop? No. Okay. So I'll just finish it quick. My friend Niranjana, she's a journalist in Bangalore, and she was telling me that in her home, you have these gender spaces in your home also. When you have your father, her uncles, and all those people who are sitting in the living room and they're talking about politics, all the women are in the kitchen and they're talking about all the food that has to be prepared and all that has to be served, and that's what they're talking about. And Niranjana, she's not very interested in these kind of stuff. She wants to sit there in the living room, and people are aghast, or they are kind of surprised by the kind of choices that she makes. And they say that, why are you here? This is not where you're supposed to be. And they kind of feel odd that she's been there. So that is how spaces have been gendered in our, in our private life. We talk about public life. These are subtleties, നമുക്ക് അറിയില്ല, nuanceകളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ which we did not notice, which is actually relegating us to one particular role or one particular space. So break the gender space. And what I have done, I talked about in my syllabus, in our syllabus, how the syllabus is changing, but it will take first students some time to actually adapt to that. But apart from that, ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ അല്ല, ആക്ച്വലി ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണ് ഞങ്ങളുടെ സബ്ജക്ട്. അവിടെ ലിറ്ററേച്ചർ ഉണ്ട് PGക്ക്. ആൻഡ് ഫങ്ഷണൽ ഇംഗ്ലീഷിന്റെ സിലബസിൽ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ ഇന്റേൺഷിപ്പ് ഇല്ല. ആൻഡ് വാട്ട് ഐ ഡിഡ് വാസ് ദാറ്റ്, എൻ്റെ മകൾ, മൈ ഡോട്ടർ, ഷീസ് ഡൂയിങ് ഹെർ ബിടെക്, ആൻഡ് അവളുടെ സിലബസ് ഇല്ലാത്ത ഇന്റേൺഷിപ്പിനും അവരവിടെ എൻകറേജ് ചെയ്യും. ആൻഡ് ഷീ വെക്കേഷൻ ആകുമ്പോൾ ഷീ വെന്റ് ഫോർ internships, and I felt that is so good, and my elder daughter who's staying her BDS is more sticking to her books and all different kind of work. But I saw that this internship is a very good thing that you do, the way you are introduced to this work space, to this professional space, where you are entering. Maybe sometimes they are first generation learners. Not first generation learners in the sense that there may be males there, but females and maybe mothers working, they wouldn't have been seeing women who work in their homes a lot. So these girls, they get an opportunity to actually enter the workspace. These are incursions into the gender spaces. I feel that this is how you break the barrier, how you insert yourself. You are unwanted, but enter there, get into these gendered spaces and prove your position over there. So I actually wanted my students also to actually go in for internship. And എല്ലാവർക്കും ഭയങ്കര ഇതാണ്, കാരണം ഇപ്പൊ കോവിഡ് മാത്രമല്ല, ആൾക്കാർക്ക് പാരന്റ്സ് ഒരു സിലബസിൽ ഇല്ലല്ലോ മിസ്സേ. പാരന്റ്സ് കീപ്പിംഗ് ഓൺ കോളിംഗ് മീ അപ്പ്, ആൻഡ് അവര് ട്യൂട്ടറെ വിളിക്കും. അപ്പൊ ട്യൂട്ടർ പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് ഇതാവേണ്ട, അപ്പൊ എന്നെയും കൂടെ വിളിക്കും. അപ്പൊ ഞാൻ പറയുന്നില്ല യു ഷുഡ് ടോക്ക് ടു യുവർ ട്യൂട്ടർ, പക്ഷെ ഞാനും കൂടെ I felt that I need to conduct a meeting and tell them how important it is that these children, ഈ കുട്ടികൾ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ദേ നോ ദാറ്റ് അവർക്ക് ഇന്റേൺഷിപ്പ് കിട്ടി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ദേ നോ വാട്ട് ഇറ്റ് ഈസ്. അത് കഴിയുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഒരു വർക്ക് എക്സ്പീരിയൻസും കൂടെ ആയിട്ടാണ് അവർ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അത് മാത്രമല്ല, ഒരു ജോലി ചെയ്തിട്ടുള്ള ഒരു പരിചയം കൂടെ അവർക്ക് കിട്ടുകയാണ്. ആൻഡ് ഇഫ് ദേ ആർ ഗുഡ് എനഫ്, എൻ്റെ സ്റ്റുഡൻസ് ആക്ച്വലി വളപ്പില്ല അതിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പല അഡ്വർടൈസിങ് ഏജൻസിയിലും അങ്ങനെ ചാനൽസിലും ഒക്കെ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഭയങ്കര ഇതായിരുന്നു, റിലക്റ്റൻസ് ആയിരുന്നു, ഭയങ്കര എതിർപ്പ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വേണോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഇപ്പൊ കുട്ടികൾ അങ്ങനെ പോവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു 20th ഉള്ളിൽ ഫിനിഷ് ചെയ്യണം നിങ്ങളെല്ലാതും. ഞാൻ ട്യൂട്ടർ പറഞ്ഞപ്പോൾ ട്യൂട്ടർ എന്നോട് മിസ്സേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്തിട്ട് പറയാണ്, ഞങ്ങൾക്ക് ക്ലാസ്സിലല്ല വരുന്നത്, നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകും. അപ്പൊ ഈ കുട്ടികൾ പോയി ഇപ്പൊ മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ദേർ. ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു, യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ്, യു ഹാഡ് സം ടൈം, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വെക്കേഷനിൽ നിങ്ങൾ പോകും. പക്ഷെ അവർ പോയിട്ട് ദേ ആർ സോ ഹാപ്പി. അവർ മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഒരു ഏതോ ഒരു ടെക്സ്റ്റൈൽസ് വലിയ ഷോപ്പിന്റെ ഒരു പരസ്യം അവർ ഫുള്ളായിട്ട് ചെയ്തു എന്നല്ല, പക്ഷെ അതിൽ ഹെൽപ്പ് ചെയ്തിട്ട് ദേ ആർ സോ ഹാപ്പി ഡൂയിങ് ദാറ്റ്. എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if you do a painting, if you do some writing, if you finish something that you are doing and if you've done it well,
കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, യു cannot match it with anything else. അത് ആ കുട്ടികൾ മനസ്സിലാക്കി തുടങ്ങി. So they are not spending time just consuming, they are spending time producing. They want to work, they like the atmosphere there, rather than the unpaid care labor which you get. And of course, I'm not saying that that's any way menial or anything. All of us have to do something to survive. It's the male and female and everybody has to live, but that gets there. But these kind of spaces are also, it's not fair to just pin a particular gender to one place and the other to the other one. So that is how I think our syllabus is also going to change, our curriculum is going to change and going to make an impact, a change in the kind of students that come out, make them more employable. But again, it's upon the girls, it's upon the women and all of us to take the initiative. They have to know when to take this opportunity and act on it. Strike while the iron is hot. Yes. And I hope all your listeners also have a bright future ahead. Right. Thank you, ma'am. നമ്മുടെ കൂടെ ഇതുവരെ സംസാരിച്ചിട്ട് ഡോക്ടർ നെജില TY ആയിരുന്നു. PG Department of English, MS ABN College, Dr. Najila TY ആണ്. Nusrat speaker പറയുന്നു, I have a lovely teacher helped me to select in a PG course at TMGC College. That is a woman, May Bestie ma'am, Chowhara teacher. I remember and very missing. താങ്ക് യു നുസ്രത് സ്പീക്കർ. ഈ സമയത്ത് നിങ്ങളുടെ മാഡത്തെയും അമ്മയൊക്കെ ഓർത്തിട്ട് വളരെ സന്തോഷം. നമ്മുടെ നജില മാം നമ്മുടെ ഒരുപാട് വളരെ കൃത്യമായിട്ടും വളരെ വിശാലമായിട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവും. നമുക്ക് നമ്മുടെ മറ്റൊരു അതിഥി, നമ്മുടെ മറ്റൊരു മിടുക്കിയായിട്ടുള്ള ഒരു മഹിളാ രത്നം നമ്മുടെ കൂടെയുണ്ട്, സംനയാണ്. സംനയെ നമുക്ക് പരിചയപ്പെടാം. ആരാണ് സംന, എന്തുകൊണ്ടാണ് സംന ഇന്ന് സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഈ വുമൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എത്താൻ കാരണം? അതിന് കാരണമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാരണം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മികവാർന്ന കാഴ്ചകൾ പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടാണ് നമ്മുടെ ഡോക്ടർ നജില മാം ഇവിടെ നമ്മുടെ കൂടെ എത്തിയത്. അതുപോലെ തന്നെ ഭരണത്തിന്റെ ഒരു കേന്ദ്രം നിയന്ത്രിക്കുന്നതായിട്ട് നമ്മുടെ മാറഞ്ചേരിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നജില മാമിന്റെ ഞാൻ വീണ്ടും തിരിച്ചു വരാം. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നജില മാം ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. കാരണം ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കൂടെ പങ്കുവച്ചത്. തീർച്ചയായും അതിലേക്ക് വരാം. നമുക്ക് ഇപ്പൊ നമ്മുടെ കൂടെ സംനയുണ്ട്. ഹായ്, വെൽക്കം സംന. Hello sir. Hello. Then firstly, happy Women's Day, Samna. Happy Women's Day. Thank you. ഓക്കെ, ശരിക്കും ഞാൻ സംനയെ പറ്റി കൂടുതൽ എന്ത് പറയണം എന്നതിനേക്കാളും അപ്പുറം എനിക്ക് തോന്നുന്നത് സംന എന്ന് പറയുന്ന ഒരു വുമൺ, അവരെ പറ്റി ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വനിത. യെസ്, ദാറ്റ് ഈസ് സംന. സംനയെ പറ്റി ചെറിയ വളരെ വാക്കുകൾ മാത്രമേ ഞാൻ പറയാം. ബാക്കിയുള്ള ബിഹൈൻഡ് ഓഫ് ഹിസ്റ്ററി ഓഫ് ദി സക്സസ് ഡെഫിനറ്റ്ലി വി ക്യാൻ ആസ്ക് വാട്ട് ഹാപ്പൻ ആൻഡ് എവറിത്തിങ് വി ക്യാൻ ആസ്ക്. സംന നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ദെൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ, അതുപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സംന എന്നുള്ളത്. സോ സംന, എന്താണ് സംന? ആരാണ് സംന? ഓഡിയൻസ് ചോദിക്കാൻ സംനക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ KMCD ആണ് പഠിക്കുന്നത്, പോളിടെക്നിക് കോളേജ് കുറ്റിപ്പുറം. തേർഡ് ഇയർ സിവിൽ വിദ്യാർത്ഥിയാണ്. പിന്നെ എന്താണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്തിനാണ് കിട്ടിയതെന്നൊന്നും ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോ ഞാന് കുറച്ച് ബ്രേവ് വുമൻസിന്റെ ബോട്ടിൽ ആർട്ട്, ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വലിച്ചെറിയപ്പെടുന്ന ബോട്ടിലുകൾ ശേഖരിച്ചിട്ട് അതിൽ പുതിയ ഒരു തീം കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇതൊക്കെ, അതൊക്കെ ആക്രി അങ്ങനെയൊക്കെ വേണ്ടി കുറെ ആൾക്കാര് അങ്ങനെ എന്താ പറയാ കളിയാക്കിയിട്ടും അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതൊരു ഇത്രയും ഒരു വലിയ നിലയിൽ എത്തിപ്പെടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാന് ഇപ്പോ എന്താണ്, ആദ്യം എന്ന് പറയുമ്പോ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ആർക്കും ഒന്നും ഇഷ്ടമില്ലാത്തൊരു ഇതായിരുന്നു. വീട്ടിൽ നിറയെ കുപ്പി, റൂമിലേക്ക് കടക്കുമ്പോ നിറയെ കുപ്പി, അങ്ങനെയൊക്കെ ആവുമ്പോ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ കുറെ അവാർഡ്സ് ഒക്കെ വേറെ വന്നു. പിന്നെ കുറെ ആൾക്കാർ വിളിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോ ഇത് നല്ലൊരു കാറ്റഗറി ആണെന്ന് അവർക്കും തോന്നി.
അപ്പൊ അങ്ങനെ പറയും, എന്താണ് പഠിപ്പൊന്നും നടക്കണ്ട, ഇത് മാത്രമായിട്ട് പോയാൽ മതിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ എനിക്ക് അതിൽ കൂടെ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യണം, അത്രേ ഉണ്ടായുള്ളൂ. ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയിൽ കൂടെ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യാണ് ഉണ്ടായത്. കിട്ടുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തത് ബ്രേവ് വുമൻസിനെ തന്നെയാണ്. നമ്മളെ ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, പ്രതിഭ പാട്ടീൽ, കമല ഹാരിസ്, അങ്ങനെ കുറച്ചു 9 ബ്രേവ് വുമൻസിനെയാണ് ഞാൻ ചെയ്തത്. അതിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും അവരുടെ പ്രൊഫൈലും ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടിലില്. ഡിഫറെന്റ് ബോട്ടിൽസ് ആയിരുന്നു. അതിനാണ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ് ആൻഡ് റിയലി കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ സെമിന നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിച്ചെറിയുന്ന ബോട്ടിൽസ് ഉണ്ട് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ബോട്ടിൽസ് ഉണ്ടാകും. അതിൽ മാന്ത്രിക വിസ്മയങ്ങൾ, തന്റെ കൈ കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ മാന്ത്രിക വിസ്മയങ്ങൾ തുന്നിച്ചേർത്താണ് ലോകത്തിന്റെ നെറുകയിൽ എത്തിയിട്ടുള്ള ഒരു മിടുക്കി കൂടിയാണ് സെമിന എന്ന് പറയുന്നത്. 9 വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡീസിന്റെ, ഇന്ദിരാഗാന്ധി പോലെയുള്ള, കമല ഹാരിസ് പോലെയുള്ള, മദർ തെരേസയെ പോലെയുള്ള വ്യക്തിത്വങ്ങളുടെ മുഖങ്ങൾ, അവരുടെ പ്രൊഫൈലുകൾ ബോട്ടിൽ എഴുതി വെച്ച്, ബോട്ടിൽ കൊത്തിവെച്ച് വരച്ച ചിത്രങ്ങളാണ് ഇന്ന് സെമിനയുടെ. അത്രയും ചിത്രങ്ങളാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും അതുപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടി എന്ന് പറയുന്നത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സെമിന പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ പാഷൻ ആയിട്ട് എടുത്ത ഒരു കാര്യമായിരിക്കും, പക്ഷെ ആ പാഷൻ ആയിട്ട് എടുക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ കഴിവുള്ളവയായിരിക്കും. പലപ്പോഴും ജീവിതത്തിൽ നെഗറ്റീവ് കമന്റ്സിലൂടെ നമുക്ക് ഒരു പക്ഷേ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുമ്പോൾ അവിടെ വീണ് പോകലാണ് ഏറ്റവും നല്ല പരാജയം എന്ന് പറയുന്നത്. പക്ഷെ അവിടുന്ന് എഴുന്നേറ്റ് മുന്നോട്ട് തന്നെ പോകലാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ വിജയികൾ എന്ന് പറയുന്നത്. സെമിന ശരിക്കും പറഞ്ഞാൽ, സെമിന നേരത്തെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഒരു പക്ഷെ പല രീതിയിലും നമ്മളെ കളിയാക്കിയിട്ടുണ്ടാകും. ബോട്ടിൽ ഉപയോഗിച്ച് ഇത്തരം വർക്കുകൾ ചെയ്യുന്നു, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് അങ്ങനെ കമന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇങ്ങനെ ഒരു അംഗീകാരങ്ങള്, നല്ലൊരു ഏറ്റവും വലിയ അംഗീകാരങ്ങള് സെമിനയെ തേടി വന്നപ്പോ മറ്റുള്ള ആളുകളുടെ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം എന്ന് പറയുമ്പോ ആദ്യമൊക്കെ ഇങ്ങനെ അച്ഛൻ പറയും, ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, ബോട്ടിലൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാല് എന്താണ്, വീട്ടിൽ അങ്ങനെ ആരും എന്താ പറയാ ഡ്രഗ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പൊ അച്ഛൻ പറയും, എന്താണ് അങ്ങനെയൊക്കെ എന്തിനാ ഉപയോഗിക്കണത്, അതൊക്കെ കൊണ്ട് കളയും, ഇതൊന്നും എന്നും ഉണ്ടാവില്ല എന്ന് പറയും. ഞാൻ പിന്നെ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഞാൻ ബാഗില് ഞാനൊരു കവർ വെക്കും. കോളേജിൽ പോയിട്ട് വരുമ്പോഴാണെങ്കിലും ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും കുപ്പി എടുക്കും. അത് നല്ല ഭംഗിയുള്ള കുപ്പികളാണെങ്കിൽ ഞാൻ എടുക്കും. അതെനിക്ക് വലിയ മടിയുള്ളതൊന്നല്ല. ഇപ്പൊ ഞാന് ഒരു ചെറിയ കൗതുകത്തിന് തുടങ്ങിയത്, ഇനിയിപ്പോ ഞാന് ഒരു ബോട്ടിലിന് 500 രൂപ ഒക്കെ വെച്ചിട്ടാണ് ഞാനത് വിൽക്കുന്നുണ്ട്. ബർത്ത്ഡേക്കും അതുപോലെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഞാന് ഓർഡേഴ്സ് ഒക്കെ എടുക്കണുണ്ട്. അപ്പോ ഇതുപോലെ ഇപ്പൊ പാർട്ടി പ്രോഗ്രാമിനാണെങ്കിലും അങ്ങനെ കുറെ പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ വരച്ചപ്പോ കുറച്ചും കൂടി ശ്രദ്ധ നേടി. ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ വന്നപ്പോ കുറെ കമന്റ്സും കോളും ഒക്കെ വന്നു. അപ്പൊ എനിക്കും തോന്നി ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട്, വെറുതെ ആവില്ല എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് ഇത്. ഇനി പിന്നെ ഞാൻ പറഞ്ഞു, എല്ലാരും പറഞ്ഞത് നിർത്തണ്ട, ഇത് തുടങ്ങിക്കോ, ഇതായിട്ട് നടക്കണ്ട, എന്താണ് ഇതിങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ടായി. ഇപ്പൊ അമ്മയും അച്ഛനൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നിരസിച്ച ആളുകൾ അല്ലെങ്കിൽ പുറത്തേക്കോട്ട് വലിച്ച ആളുകൾ നമ്മുടെ നേട്ടങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ചെറുപ്പക്ഷെ ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും എവിടെന്നെങ്കിലും കുപ്പി കിട്ടാൽ നേരെ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടാവും. ഒരുപാടുണ്ട്. ആദ്യമൊക്കെ ബോട്ടിൽ കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു. ഇപ്പൊ അച്ഛനൊക്കെ എവിടെ പോയാലും എന്റെ ബോട്ടിലൊക്കെ കിട്ടാനെന്ന് പറയുമ്പോ ആദ്യമൊക്കെ തീരെ കൊണ്ടുവരും. എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോ നല്ല ബോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞ് എടുത്തിട്ട് വരും. ഇപ്പൊ അവർക്കൊരു മടിയില്ലാണ്ടായി. ഇപ്പൊ ഞാൻ വണ്ടിയിൽ പോവുകയാണെങ്കിലോ റോഡ് സൈഡിൽ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും. ഞാൻ നിർത്താട്ടെ ചോദിക്കും, ഞാൻ എടുത്തിട്ട് വരും. ഇപ്പൊ എല്ലാവരും ഇപ്പൊ വീട്ടില് നിറയെ ബോട്ടിലാണ്. ഇപ്പൊ എവിടെ കണ്ടു കഴിഞ്ഞാലും ബോട്ടിൽ കാണുമ്പോ പിന്നെയാണ് ഓർമ്മ വരുന്നതെന്ന് പറയണത്. അപ്പൊ വീട്ടിലേക്ക് ബോട്ടിലായിട്ട് കൊണ്ടുവരും ആൾക്കാരൊക്കെ. തീർച്ചയായിട്ടും. കാരണം സെമിന മറ്റൊരു കാര്യം, സെമിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷനെ ഒരു പ്രൊഫഷനായിട്ട് ഒരു ഇൻകം കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ലൊരു സംരംഭകയാകട്ടെ, വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് കാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു എന്താ പറയുക വനിതയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഈ പാനലിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾക്കൊക്കെ നജില ചെയ്ത വർക്കുകൾ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്.
സോറി സെമിന ചെയ്തിട്ടുള്ള വർക്കുകൾ കാണാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും വർക്കുകൾ ഉണ്ടോ, ഇത് ചെയ്തു വെച്ച ഏതെങ്കിലും ആർട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും? ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ സെമിന നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അതിനുമുമ്പ് ഞാൻ നജില മാഡത്തിലേക്ക് വീണ്ടും വരികയാണ്. തീർച്ചയായിട്ടും നജില മാമിന്റെ ടോക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ചിന്തകളൊക്കെ ഇട്ടുകൊടുത്ത ടോക്കാണ്. മാഡം എഡ്യൂക്കേഷൻ ലെവലിലാണ് ഒരുപാട് ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നത്. മാഡം ഓൾറെഡി PhD കംപ്ലീറ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ പല രീതിയിലും കംപ്ലീറ്റ് ആകാം. സോഫ്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊണ്ടുപോകാം, ഹാർഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഓരോ കാര്യം നേടുന്ന സമയത്ത് ഒരു സോഫ്റ്റിലൂടെ എല്ലാം ഓക്കെ എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് അച്ചീവ്മെന്റ് നേടാൻ കഴിയും. എന്നാൽ അതേ സമയത്ത് പല ആളുകളെ സംബന്ധിച്ച് ഒരുപാട് ഹാർഡ് ആയിരിക്കും, ഒരുപാട് വഴികൾ, അവർ വരുന്ന എല്ലാ വഴികളും ഹാർഡായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആളുകളുണ്ടായിരിക്കും. മാഡത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ടിങ്? നേരത്തെ ഷെരീഫ മാം പറഞ്ഞു പാരന്റ്സിന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരുപാട് ആൾ സപ്പോർട്ടിങ് ഉണ്ട്. അപ്പോൾ മാഡത്തിന്റെ ഒരു സപ്പോർട്ടിങ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ? don't want to go on too long. Okay, ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ് ദാറ്റ് ഐ നോട്ട് മെൻഷൻ മൈ മദർ. സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ബിക്കോസ് ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഷോ ദാറ്റ് മെൻ മാത്രമല്ല, മെൻ വിമൻ എല്ലാവരും they are supportive and yes, women also unwittingly അങ്ങനെ ഇതായിരുന്നു. yes, കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ആക്ച്വലി മെന്റോർസ് ആയിട്ട് ചിലരാരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ ഐ ഡോണ്ട് നോ, ലൈക്ക് എനിക്ക് അങ്ങനെ പ്രൊഫഷണൽ സ്പേസിൽ എത്തുന്ന സമയത്ത്, ലൈക്ക് ഐ ടോൾഡ് യു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ I had good teachers. I did it and I was good. I was okay with my studies ചെയ്യുന്ന സമയത്ത് തന്നെ 9th സ്റ്റാൻഡേർഡിൽ എനിക്ക് ഓർമ്മയുണ്ട് NCERTയുടെ ടെക്സ്റ്റ് സോ സെൽഫ് എക്സ്പ്ലനേറ്ററി. അത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു why do you need teachers actually? You don't need teachers, you just need to read the text. അപ്പോൾ ടീച്ചേഴ്സ് ഉള്ളത് അതിനല്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ, ഇറ്റ്സ് ഓൾറെഡി ദെയർ. നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ട്. ബട്ട് എനിക്ക് ഞാൻ 12th പഠിക്കുന്ന സമയത്ത് MES പലാരി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത സാർ വാസ് ദെയർ. ആൻഡ് മാത്സ് ആ സമയത്ത് ഗേൾസ് ഒന്നും എടുത്തിരുന്നില്ല. ആക്ച്വലി ഞാൻ നേരത്തെ ടോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഐ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് Sameera Mehta, ഒരു ഗേൾ started her own business in programming coding. She's also part of this UN generation equality program. അപ്പോൾ women are not into technology and ആ സമയത്ത് മാത്സ് പോലും ഇല്ല. ആ സാർ വന്ന സമയത്ത് ആ സാർ എന്നോട് പറഞ്ഞിരുന്നു that you should study, you should do IAS, you should do like എന്തെങ്കിലുമൊക്കെ you should do this എന്നൊക്കെയുള്ള രീതിയിൽ he was very supportive in the beginning. And vice principal at that particular time, I was not very I was born and brought up in Dubai. അപ്പോൾ അവിടെ in my school I used to participate in a lot of programs. പക്ഷേ എനിക്ക് തോന്നുന്നു mostly it was in group activities. Like I used to go for group recitation and all those things, and I was kind of afraid. I'm not saying that I was always born on the stage kind of thing. I was kind of scared to go on stage alone. ഒറ്റക്കൊക്കെ കയറി എന്നിട്ട് റെസിറ്റേഷൻ എലക്യൂഷൻ കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ it was kind of scary for me, and it is kind of scary all the time for everybody. And let me tell you, for all my students also, I tell them it happens all the time. Then actually Sumar Arikodinte ഇത് പറഞ്ഞിട്ടുണ്ട് that he used to talk for 3 hours in front of the mirror before going on stage. അപ്പോൾ ആൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബിഗസ്റ്റ് we talk, think about how we should be doing, how butterflies in the stomach that come for us. So എനിക്ക് എൻ്റെ വൈസ് പ്രിൻസിപ്പൽ at that particular time, I was in a CBSE school. അപ്പോൾ ആ സമയത്ത് ആർട്സ് ഒന്നും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽസ് ഒന്നും അതിനില്ല ആ സമയത്ത്. ആൻഡ് at that time he sent me in my 10th standard, I think. Yes, I went ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ പോയപ്പോൾ I went on stage, I started my poem. I did not take it too seriously. I stopped in between, in the middle, and I came down, and then I thought, and still I got my second prize and with the B grade or something. I can go further, but എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇതോ yes, I think I can do this. The next time പിന്നെ ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പോയി കൊല്ലത്ത്. അപ്പോൾ ആ സമയത്ത് I went on stage and I got a prize, and I felt that yeah, this is something I can do. പക്ഷേ അത് എനിക്ക് പറഞ്ഞ
that it was my teacher. My എൻ്റെ SS എനിക്ക് പഠിപ്പിച്ചിരുന്ന എൻ്റെ he's no more. He passed away not last year, the year before last. Sir in the SS sir, he said that you can do this, you should go up. So I think that teachers, അത് എനിക്ക് അത്രയും നല്ല ടീച്ചേഴ്സ് ഉണ്ടായി who used to say that it's ഇത് കാണാണ്ട് പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ളതല്ല. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just pushing you, telling you what to do in life എന്നുള്ളതാണ് kind of. And recognizing, like we see so many students, അപ്പം നമുക്കിത് കാണുന്ന സമയത്ത് that this is what you're supposed to be doing, not just this is what you are. നമ്മൾക്ക് കുറച്ചും കൂടെ വർഷങ്ങൾ ഇത് കണ്ടിട്ടുള്ള ഒരു പരിചയം, not like us students who have limited exposure, and refrain them from wasting their time. അപ്പോൾ എൻ്റെ principals and teachers, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം most of it was like I said, I got married, and then my husband was there who supported me at that time. I didn't know, I was so young at that particular, so naive at that particular time. I tell my students who get married also, nobody's thinking about you, what you're doing and what you're doing right, or what you're doing right or wrong, or whatever it is. Because think about, they are only think, they have so many other things to think about. Don't think that they're thinking about you. You can just go on and catch your dreams, and they say something when somebody what would others think. Actually ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ വായിച്ച ഹാർവർഡ് ബിസിനസ് റിവ്യൂയുടെ ആ ഒരു ആർട്ടിക്കിളിൽ തന്നെ actually it's talking about these kinds of mental mindsets where you get discouraged by these kinds of, because we are social beings. So we know we want the constant approval and the support of people around us, and we want love all the time, and we think that we will become less lovable if we be one particular kind of way. But then you will see that if they really truly love you, that they are kind of supportive of you being happy also. And that is what I tell my students, because I had this support from my family, my parents, my husband. They used to support me in any way that I would like to continue my studies. But I didn't realize that in the beginning, and I did think that yeah, you get married, your life is over, now your life is one particular kind of thing, black and white, and you think about that. But then later you realize that life is not over. You think of some particular age that you're becoming old now, you don't know. But no, you still need to keep learning all your life, and all those things you understand that it is never too late. I just try to get to understand that. My parents and mother and father, they needed to support me. I had children, and when I go for classes, I was actually talking to my colleague today. I had gone for election class, and if I was talking to my colleague, and I was telling her that ഞാൻ കേരളവർമ്മ കോളേജിൽ ക്ലാസ്സിന് പോയിരിക്കുന്ന സമയത്ത് എൻ്റെ പാരൻസ് എൻ്റെ മോളെ പിടിച്ചായിരിക്കും. ഷി വാസ് ജസ്റ്റ് 2-month-old baby, and my parents were going around തൃശ്ശൂർ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു മോളായിട്ട് ആ ഒരു ടൈമിൽ. സോ you have your parents as a support, you have all these people around you. എല്ലാവരും സപ്പോർട്ടീവായിട്ട് ഒരു വെബ് ഓഫ് സപ്പോർട്ട് is always needed. It's not just for women. നമ്മളിപ്പോ വിമന്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു മെന്നിന് വേണ്ടേ സപ്പോർട്ട്. when men come into the office, do they know anything that goes on in the home? And I would actually like to know that also. So it's not just women who need support. You talk of women need that extra support because women need to support men and women and all of those things. So you need to have these kind of, we are human beings, we are social beings, we have so many people around us, parents, husbands, children. They need to realize, I mean, don't look at prejudice. ഞാൻ പറഞ്ഞു നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ആക്ച്വലി ഞാൻ ഈ സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിന്റെ ടോക്സ് കേൾക്കാറുണ്ട്. ആൻഡ് അതിൽ പറയാ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്, വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ചിന്തിക്കാൻ പറ്റുക. വെരി ലിറ്റിൽ. യു ടോക്ക് അബൌട്ട് സ്റ്റോറീസ്, you talk about real women like Ibtisam, or if I talk about Sameera, or you talk about Greta Thunberg, you talk about Disha Devi, you talk about all these things. These are experiences which you can relate to. ഓരോരുത്തരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് സ്റ്റോറീസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുക. ഒരു ആഫ്രിക്കയിൽ ഇത്രയും പോവർട്ടി ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ആഫ്രിക്കയിൽ ഒരു പെൺകുട്ടി ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ഷീ ഈസ് ഈറ്റിംഗ് ക്ലേ ആൻഡ് ദ വൾച്ചർ ഈസ് സിറ്റിംഗ് ദേർ ടു ഈറ്റ് ഹർ അപ്പ് വെൻ ഷീ ഡൈസ് എന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു സഹായാവസ്ഥ, ദാറ്റ് ഹെൽപ്ലെസ്നെസ്, ദാറ്റ് ആക്ച്വലി ടച്ചസ് അവർ ഹാർട്ട്. So that's what I want to tell my
listeners also, to my students, to the little girls who are listening to me, that look around you. You see so many stories that are inspiring for you. I think I've moved away from my topic also, actually. So get your support from all these, inspiration from these stories, and your support from all the people around you. You are not better than somebody else, but you are somebody. You don't have to be, above or below. Men and women എന്ന് പറയുന്ന സമയത്ത് it's not up or down. That is different and this is different. അങ്ങനെയുള്ള ഒരു female face, feminism പഠിക്കുന്ന സമയത്ത് you have this feminine face, feminist face, and female face. So yeah, the female face, come to that face. So a tribute to all the men and the women who have been reported. Thank you all. I think I've talked a lot. Thank you. Thank you very much. മുന്നിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചു. നമ്മുടെ ഇന്ന് സീഡ് ഗ്ലോബൽ സ്കൂൾ അനീച്ചൊരുക്കിയിട്ടുള്ള വിമൻസ് ഡേ സെലിബ്രേഷൻ ഭാഗം നടത്തിയിട്ടുള്ള കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. നമ്മളുമായി സംസാരിച്ച 4 അതിഥികൾ, അതിലൊരാൾക്ക് നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാം കണ്ടുകൊണ്ടിരുന്ന സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് പേജിലൂടെയും ഒക്കെ സീഡ് ഗ്ലോബൽ സ്കൂൾ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ കണ്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും പ്രേക്ഷകർക്കുമായി നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് സമീര എലയടത്താണ്, പഞ്ചായത്ത് മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി സംസാരിച്ചു. പിന്നീട് നമ്മളുമായി പങ്കെടുത്തു നജില, ഡോക്ടർ നജില ടി.വൈ. ഒരുപാട് കാര്യങ്ങൾ വിശാലമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട, സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വുമൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു സ്പാർക്ക് ടോക്ക് ആയിട്ട് ഇന്നത്തെ നമ്മളുമായിട്ട് സഹകരിച്ചു. നമ്മളതിനടുത്ത് സമനയായിരുന്നു. സമന ഒരുപാട് കാര്യങ്ങൾ മീൻസ് ലൈഫിൽ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, റിയൽ ലൈഫിൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളുമായി പങ്കുവച്ചു. സമന നമ്മുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തത്. സമന നമ്മുടെ സ്മാർട്ട് ബോട്ടിൽ വർക്കുകളൊക്കെ ബോട്ടിൽ കാണിച്ചു തരട്ടെ. യെസ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം അല്ലേ? ഞങ്ങൾ അതേപോലെ തന്നെ എല്ലാ ഓഡിയൻസും വെയിറ്റ് ചെയ്യണം ബോട്ടിൽ ആർട്ട് കാണാൻ വേണ്ടി. ഇഷ്ടം ഇതൊരു സെറ്റിംഗ്സ് ഒന്നും ഇല്ലാണ്ട് വെച്ചിട്ടുള്ളത്. ഇത് പ്രതിഭ പാട്ടീല്, ജാൻസി റാണി, ഗ്രേറ്റ്. നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സമന, നമ്മുടെ ഇന്നത്തെ മറ്റൊരു മഹിളാ രത്നം പറയാം അല്ലെ. തീർച്ചയായിട്ടും ബോട്ടില് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇന്ദിരാഗാന്ധിയുടെയും കൽപ്പന ചൗളയുടെയും അതേപോലെ തന്നെ മലാല യൂസഫ് സായിയുടെയും എല്ലാം മദർ തെരേസയുടെ ഒക്കെ ഫോട്ടോസുകളാണ് ബോട്ടിൽ വർക്കായിട്ട്, ബോട്ടിൽ ആർട്ടായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും വലിച്ചെറിയുന്ന കുപ്പികൾ, അതിന് മറ്റൊരു തലത്തില് ആ കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ചെയ്യാനും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സമനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്ക് യു സമന. ഇനിയും വരുന്ന ദിവസങ്ങളും വർഷങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് മികവാർന്ന ഉയരത്തിൽ എത്താൻ കഴിയട്ടെ എന്ന സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഈ വിമൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്തെങ്കിലും സമനക്ക് പറയാനുണ്ടോ അവസാനമായിട്ട്? പറയാനെന്ന് പറയുമ്പോ ഇങ്ങനെ എല്ലാവരും തളർത്താൻ നോക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. ഞാൻ അന്ന് ഒരിക്കൽ അച്ഛനും അമ്മയും പറഞ്ഞതിന് തളരുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നേ ഒരു നിലയിൽ എത്താൻ കഴിയില്ലായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ സംസാരിച്ചിട്ടൊന്നും ശീലമില്ല, അതുകൊണ്ടാണ് എന്റെ സ്പീച്ചിനൊന്നും വലിയൊരു ഇതില്ലാത്തത്. എക്സ്പീരിയൻസ് വളരെയധികം കുറവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കണ തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് എന്നെ വിളിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു. ഇനി വരുന്ന യാത്രകൾ അച്ഛനും അമ്മയും കൂടെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷെ ഇതിന്റെ സാധ്യതകൾ അറിയാത്തത് കൊണ്ട് മാത്രമായിരിക്കും അന്നൊരു കാലഘട്ടത്തിൽ ഒരു പക്ഷെ മാറി നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇനി ഈ നേട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായത് കൊണ്ട് ഇനി തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ യാത്രയിലും കൂടെ തന്നെ അച്ഛനും അമ്മയും ഉണ്ടാവും. തുടർന്ന് ഞങ്ങളെല്ലാം കൂടെ തന്നെയുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ സ്ത്രീകൾ എല്ലാവരും വസന്തം പോലെ മനോഹരവും ആർദ്രവും വർണ്ണനീയവുമാണ്.
ഒരു പൂച്ചെടിയിൽ ആദ്യത്തെ പൂ വിരിഞ്ഞതുപോലെ സുന്ദരമാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും. പിന്നീട് വരാനിരിക്കുന്ന എല്ലാ വഴികളും സുഗന്ധങ്ങളും സൗന്ദര്യങ്ങളും സന്തോഷങ്ങളും വാരിവിതരാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയട്ടെ എന്ന് ഈ വനിതാ ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് സീഡ് ഗ്ലോബൽ സ്കൂൾ ഇന്ന് നടത്തിയ പരിപാടിയിൽ നമ്മുടെ ഷെരീഫ മാം ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യ ആമുഖ പ്രഭാഷണത്തോടുകൂടി തുടങ്ങിയ ഈ പരിപാടി. വളരെ മനോഹരമായ രീതിയിലാണ് ഷെരീഫ മാം ഇന്ന് നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്തിയുള്ളത്. ഒരുപാട് സന്തോഷം. ഈ അവസരത്തിൽ നന്ദി, എല്ലാവരും കടപ്പാടും അറിയിക്കുന്നു. ഇതിന് പുറകിൽ വർക്ക് ചെയ്ത ടെക്നിക്കലായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. നജില മാം, നിജ്മത്ത് മാം, ലബീബ് സർ, അതുപോലെ മാനേജ്മെന്റ് സൈഡ് ടീച്ചേഴ്സ്, അതുപോലെ ഞങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാ ടീച്ചേഴ്സിനും സീഡ് ഗ്ലോബൽ സ്കൂളിന്റെ ഈ പേരിൽ നന്ദിയും കടപ്പാടും അതേപോലെ എല്ലാവർക്കും വനിതാ ദിന ആശംസകളും നേരുകയാണ്. So Najila ma'am, once again, thank you very much. And Samna, thank you very much. Sharifa ma'am, thank you very much. And all the viewers of State Government School, thank you. എല്ലാവരും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും കുറച്ചു സമയം നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് ഒരുപാട് സന്തോഷം. താൽക്കാലികമായിട്ട് നമ്മൾ വിട പറയുന്നു. അടുത്ത പുതിയ പരിപാടിയുമായിട്ട് ലൈവുമായിട്ട് കാണുന്നവരെ താൽക്കാലികമായിട്ട് പറയുന്നു. Chief Happiness Officer of City Club. Thank you very much.